നമസ്തേ. 93 ദിവസം, അതെ 93 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു കൂട്ടം യുവാക്കളും അമ്മമാരും അവരുടെ അർഹതപ്പെട്ട ജോലിക്കായി ഉപവാസ സമരത്തിലാണ്. സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം ആരോഗ്യനില മോശമായിട്ടും ഭരണകൂടം ഇതുവരെ മൗനം പാലിക്കുകയാണെന്ന വിമർശനം ശക്തമാകുന്നു. LP സ്കൂൾ അധ്യാപക PSC റാങ്ക് ഹോൾഡർമാരുടെ സമരം ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് അവിടെ നടക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സെക്രട്ടേറിയറ്റ് പടിക്കൽ LP സ്കൂൾ അധ്യാപക PSC റാങ്ക് ഹോൾഡർമാർ നടത്തുന്ന ഉപവാസ സമരം 93 ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. അർഹതപ്പെട്ട ജോലിക്കായി തെരുവിൽ പോരാടുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ ആരോഗ്യനില സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം വഷളായിട്ടും ഭരണകൂടം കണ്ണു തുറക്കാത്തത് കടുത്ത അനീതിയാണ്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തന്നെ LP സ്കൂൾ അധ്യാപക PSC റാങ്ക് ഹോൾഡർമാരുടെ നിയമനം ഉറപ്പാക്കുന്ന അടിയന്തര തീരുമാനം സർക്കാർ കൈക്കൊള്ളണം. അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്യുന്ന അമ്മമാരുടെയും സഹോദരങ്ങളുടെയും ന്യായമായ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിലെത്തി ഉദ്യോഗാർത്ഥികളെ നേരിൽ കണ്ടു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഒപ്പം S. സുരേഷിന്റെ പ്രതികരണം കേൾക്കാം. ആ വീഡിയോയിലേക്ക്. മരണം 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 തന്നെ ജോലി എനിക്ക് തന്നില്ല, കാശില്ലെങ്കിൽ എങ്ങനെ മുന്നേ നിനക്ക് നൽകും ചോറല്ല. മരണം മരണം തന്നെ നമ്മുടെ മുന്നിൽ മരണം തന്നെ. ഞങ്ങളെ അമ്മ മരിക്കല്ലേ, ജോലി എനിക്ക് തന്നില്ല, കാശില്ലെങ്കിൽ എങ്ങനെ മുന്നേ നിനക്ക് നൽകും ചോറല്ല. മരണം 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 തന്നെ. അമ്മേ അമ്മേ വേണ്ടമ്മേ. ജീവൻ കൂടിയ സമരമുറ മരണം വരെയും പോരാടാ, ഇന്നീ തെരുവിൽ പോരാടാൻ സത്യാഗ്രഹമായുധമെന്ന് വീണ്ടും ഞങ്ങളെടുക്കുന്നു. കരുത്തായാലും കാട്ടുകേ, കരുത്തായാലും കാട്ടുകേ, ഊടുമുഴക്കവുമില്ലാതെ നീതിക്കായി പോരാടും പോരാട്ടത്തിൻ നായികേ, മരണം വരെയും ഞങ്ങൾക്കായി സർവം സഹജം നിന്നവരെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. കണ്ണേ കരളെ വളർമതി ടീച്ചറെ, അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. കണ്ണേ കരളെ വളർമതി ടീച്ചറെ, കരുത്തയാലും കാട്ടുകേ, പരമം വരെയും ഞങ്ങൾക്കായി സർവം സഹജം നിന്നവരെ ഉദിച്ചുയരും പൊൻപുലരെ, നീതിക്കുള്ളൊരു പൊൻപുലരെ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. കണ്ണേ കരളെ വളർമതി ടീച്ചറെ, കരുത്തായാലും കാട്ടുകേ. भगवान ईश्वर अल्लाह तेरे नाम सबको सन्मति दे। भगवान ईश्वर अल्लाह तेरे नाम सबको सन्मति दे। भगवान പേടിയല്ലേ?
നമുക്കറിയാം നമ്മുടെ ജോലി രാഷ്ട്രീയം, നമ്മുടെ ജോലി രാഷ്ട്രീയത്തിൽ, നമ്മുടെ രാഷ്ട്രീയം ജോലി എന്നതാണ്. നമ്മുടെ രാഷ്ട്രീയം ജോലി എന്നതാണ്. അത് ഇന്നത്തെ കേരളത്തിന്റെയും ഇന്ത്യയിലെയും രാഷ്ട്രീയങ്ങൾക്കെല്ലാം അതീതമാണ്. നമ്മളൊക്കെ വ്യത്യസ്തങ്ങളായ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരാവാം. പക്ഷേ ഇവിടെ നമ്മൾ സമരത്തിരുന്നത് നമ്മുടെ ജോലിക്കായതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടിക്കാരുടെയും ഭരണപക്ഷ പ്രതിപക്ഷ ഇനി അധികാരങ്ങളൊന്നുമില്ലാത്ത യുവജന സംഘടനകളും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും പൊതുജനങ്ങളും എല്ലാവരും ഈ സമരവേദിയിലേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ വലിയ അഭ്യർത്ഥന. അപ്പോ നമ്മുടെ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിച്ചേർന്ന ആദരണീയനായ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നമ്മുടെ ഈ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കും. കഴിഞ്ഞ മൂന്നാഴ്ചക്കാലമായി അധികാര കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ സ്വന്തം റാങ്ക് ലിസ്റ്റ്, ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലി തരൂ സർക്കാരെ എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്ന LP സ്കൂൾ ടീച്ചർമാരുടെ റാങ്ക് ലിസ്റ്റിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ സമരത്തിന് ഇന്ന് നിരാഹാര സമരം കഴിഞ്ഞ 3 ദിവസമായി അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി വളമതി, അതോടൊപ്പം തന്നെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, അതിക്രൂരമായിട്ടുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഭീകരതയാണ് ഇന്ന് ഈ തെരുവീതിയിൽ കാണുന്ന കണ്ണുനീരും കഷ്ടപ്പാടും. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ സഹോദരിമാർക്ക് ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് സംസ്ഥാനത്താകമാനം മഴയുടെ ദുരിതം ഏറ്റുവാങ്ങുന്ന സമയത്ത്, ഈ സമയത്ത് പോലും ഇന്നിവിടെ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് മാത്രം മഴയുടെ ദുരിതം ബാധിച്ച് 5ഓളം പേർ മരണപ്പെട്ടിരിക്കുന്ന സമയമാണ്. ആ രീതിയിൽ കേരളം മുഴുവൻ തന്നെ പ്രളയത്തിൻ്റെയും മഴയുടെയും ദുരിതം അനുഭവിക്കുന്ന സമയത്താണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സഹോദരിമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ വന്ന് ഈ ഉപവാസം അനുഷ്ഠിക്കുന്നത്, ഈ സമരം ചെയ്യുന്നത്. ഇത് മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്, മനുഷ്യനെ ദുഃഖിപ്പിക്കുന്ന സംഭവമാണ്. ഇതിനോട് സംസ്ഥാന സർക്കാർ നീതിപൂർവമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ സമരം നടത്തുന്നവർക്ക് രാഷ്ട്രീയമില്ല. ഇവർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും സമരം നടത്തിയവരാണ്, ഈ സർക്കാരിൻ്റെ കാലത്തും സമരം നടത്തിയവരാണ്. കഴിഞ്ഞ സർക്കാരിനെതിരെ ഇതേപോലെ യുവാക്കൾ തെരുവിലിറങ്ങി കാൽമുട്ടിൽ നിൽക്കുകയും ഇഴയുകയും മണ്ണു തിന്നുകയും ചെയ്ത ആ വേദന മനസ്സിലാക്കിയിട്ടാണ് ഈ നാട് മുഴുവൻ ഒരു സർക്കാരിനെതിരെ പ്രതികരിച്ചത്. ആ പ്രതികരണത്തിൻ്റെ ഫലമായിട്ട് അധികാരത്തിൽ വന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശന് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അദ്ദേഹത്തെ കണ്ടവരാണ് ഇന്നിവിടെ
ഉപവാസം അനുഷ്ഠിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനെ വന്ന് കണ്ടിട്ട് ഇവിടുത്തെ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ നീറുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉയർത്തിയ വനിതയാണ്. അവർ അവരുടെ ഉപവാസ സമരം ഇതാ 3 ദിവസം പിന്നിട്ടിരിക്കുന്നു. അവരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായിട്ടുള്ള നിലയിൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. BP അതിശക്തമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ട്രിപ്പിട്ടിരിക്കുകയാണ്, ഡോക്ടർ വന്ന് ട്രിപ്പിട്ടിരിക്കുകയാണ്. സംസാരിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ആരോഗ്യ സാഹചര്യം ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറും. ഒരു വനിതയാണ്, ഒരു അമ്മയാണ്, ഒരു ടീച്ചറാണ്. ഒരു വനിതയ്ക്കും അമ്മയ്ക്കും ടീച്ചർക്കും ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇത്തരത്തിലുള്ള ഒരു ദുരിതമാണ് അനുഭവിക്കേണ്ടി വരുന്നതെങ്കിൽ മിസ്റ്റർ VD സതീശൻ, നമ്മൾ എന്തോ ഒരു ക്ഷേമരാജ്യത്താണ് ജീവിക്കുന്നത്. നമ്മളുടെ ആരുടെ ക്ഷേമം ഉറപ്പിക്കാനാണ് ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും നടത്തുന്നത്? നമ്മുടെ സഹോദരിമാരുടെയും അമ്മമാരുടെയും ടീച്ചർമാരുടെയും ക്ഷേമവും ഐശ്വര്യവും പോലും ഈ നാട്ടിൽ നമുക്ക് ഉറപ്പാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പൊതുപ്രവർത്തനം നടത്തുന്നതിൽ എന്താണ് അർത്ഥമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ചിന്തിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ ചിന്തിക്കണം. ഇത് കേവലം രാഷ്ട്രീയ വിഷയമല്ല, ഇത് മാനുഷിക വിഷയമാണ്, ഇത് മാനവികതയുടെ വിഷയമാണ്, ഇത് ജീവിതത്തിന്റെ വിഷയമാണ്, ഇത് സ്വന്തം കുടുംബത്തിൽ അന്നം കൊണ്ടുവരുന്ന വിഷയമാണ്, സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തുന്ന വിഷയമാണ്, ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളാണ്. ഈ വിഷയത്തിൽ നമുക്ക് രാഷ്ട്രീയം വേണ്ട, ഈ വിഷയത്തിൽ നമുക്ക് ഈഗോയോ കോംപ്ലക്സോ വേണ്ട, കഴിഞ്ഞ സർക്കാർ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ള ചിന്തകൾ വേണ്ട. നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണം. ഈ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും. ഏതെങ്കിലും വിധത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ സമരം ചെയ്യുന്ന സഹോദരിമാരുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, എല്ലാവിധമായിട്ടുള്ള സഹായവും ഈ സഹോദരിമാർക്കും സംസ്ഥാന സർക്കാരിനും ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ജീവിതങ്ങളുടെ ഈ പാവപ്പെട്ട സഹോദരിമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഇവിടെ ഇന്ന് ഈ കേരളത്തിൽ യുവതയുടെ വിഷയം ഒരു വലിയ വിഷയമാണ്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ജനത ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ജനത കേരളീയരാണ്. ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവാക്കളുള്ളത് കേരളത്തിലാണ്. BAയും MAയും MTechും MEdും ഒക്കെ കഴിഞ്ഞ് കെട്ടുകണക്കിന് സർട്ടിഫിക്കറ്റുകളുമായിട്ട് അതൊക്കെ വച്ചിട്ട് തെണ്ടി നടക്കുകയാണ് കേരളത്തിലെ യുവാക്കൾ. ഈ യുവാക്കളുടെ വിഷയങ്ങൾ പരിഹരിക്കാതെ നമുക്ക് കേരളത്തിൽ മറ്റൊരു വിഷയവും പരിഹരിക്കാൻ സാധ്യമല്ല. കേരളത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ആദ്യം പരിഹരിക്കുന്നുവെങ്കിൽ അത് പരിഹരിക്കേണ്ടത് കേരളത്തിലെ യുവാക്കളുടെ ഈ തൊഴിലില്ലായ്മ എന്ന വിഷയമാണ് ആദ്യം പരിഹരിക്കേണ്ടത് എന്നത് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്, ഓരോ സർക്കാരും ഓർക്കേണ്ടതാണ്. ഇവിടെ ഇന്ന് യുവാക്കൾ സമരരംഗത്താണ് രാജ്യത്താകമാനം. ആ സമരരംഗത്തിറങ്ങിയിരിക്കുന്ന യുവാക്കളുടെ ആഗ്രഹവും യുവാക്കളുടെ ആവശ്യങ്ങളും ഇന്ന് പൊതുസമൂഹത്തിന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയം നോക്കാതെ ഇവിടെ ഈ സഹോദരിമാർ നടത്തുന്ന സമരത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബാനറില്ല. അവരുടെ കണ്ണുനീര് മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ വിഷമതകൾ മാത്രമാണ് അവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നത്. അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ മാത്രമാണ് അവരുടെ മനസ്സിൽ, അവരുടെ ഈ സമരത്തിൽ കാണാൻ സാധിക്കുന്നത്. അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് സംസാരിക്കാനുള്ളത്, അദ്ദേഹം ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ആദ്യം പറഞ്ഞത്, ഇനി ഈ കേരളത്തിലെ ഒരു യുവാവിനും മുട്ടിലിഴയേണ്ട അവസ്ഥയുണ്ടാകില്ല എന്നാണ് ശ്രീ VD സതീശൻ പറഞ്ഞത്. മിസ്റ്റർ VD സതീശൻ, അങ്ങയുടെ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട് 75 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ 75 ദിവസം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അങ്ങേക്ക് അങ്ങ് പറഞ്ഞ വാക്ക് ഇതുവരെ പാലിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അത് സാധിക്കണം. അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തന്നെ LP സ്കൂൾ അധ്യാപകരുടെ PSC റാങ്കിലുള്ള LP സ്കൂൾ അധ്യാപകരുടെ ആ ജോലി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുവാൻ ഈ സർക്കാർ തയ്യാറാകണമേ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാരുടെയും സഹോദരിമാരുടെയും ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെടുകയാണ്.
ഇവിടെ LP അധ്യാപകർ മാത്രമല്ല, അതിന്റെ തൊട്ടപ്പുറത്ത് ക്രാഫ്റ്റ് ടീച്ചേഴ്സ്, ഡ്രോയിങ് ടീച്ചേഴ്സ് സമരം ചെയ്യുന്നു. അതിന്റെ തൊട്ടപ്പുറത്ത് മറ്റു ചില ടീച്ചർമാർ സമരം ചെയ്യുന്നു. ടീച്ചർമാര് ആയിട്ടുള്ളവരുടെ സമരവേദിയായിട്ട് സെക്രട്ടേറിയറ്റ് മാറിയിരിക്കുന്നു. അധ്യാപക വൃത്തിയുടെയും ഗുരു ശിഷ്യ ബന്ധത്തിന്റെയും മഹത്വം നമുക്കെല്ലാവർക്കും അറിയാം. അധ്യാപകരാകേണ്ടവരെ തെരുവിലേക്ക് വലിച്ചഴച്ചാൽ ഒരു തലമുറയെയാണ് ശ്രീ VD സതീശൻ നമ്മൾ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് അധ്യാപക വൃത്തിയിൽ ഏർപ്പെടാൻ യോഗ്യരായിട്ടുള്ളവരെ തെരുവീതിയിലേക്ക് കൊണ്ടുവരാതെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ അതിന്റെ പുണ്യം നിങ്ങൾക്കും കിട്ടും, ഈ കേരളത്തിനും കിട്ടുമെന്ന് ശ്രീ സതീശനെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത് പരിഹരിക്കുക. ഇവിടെ യുവാക്കൾ സമരരംഗത്താണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള യുവാക്കളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സന്ധിയില്ലാത്ത പോരാട്ടത്തിലാണ്. ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് സമരം ചെയ്യും. ആ സമരം ഒരു ഭാഗത്ത് നടക്കുന്നു. അരാഷ്ട്രീയമായിട്ടുള്ള സമരങ്ങൾ ഈ അഫക്റ്റഡ് പാർട്ടി എന്ന നിലയിൽ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർ പ്രത്യേകം നടത്തുന്നു. ഈ സമരം കണ്ടില്ല എന്ന് നടിക്കാൻ ഒരു ഭരണകൂടത്തിന് സാധ്യമല്ല. യുവമോർച്ച കേരളത്തിലെ പൊതുവീഥികളിൽ നടത്തുന്ന സമരവും അതോടൊപ്പം തന്നെ റാങ്ക് ഹോൾഡേഴ്സ് നിങ്ങളുടെ അധികാര കേന്ദ്രത്തിന്റെ മുമ്പിൽ നടത്തുന്ന സമരവും ഒരേ ആവശ്യത്തിന് വേണ്ടിയാണ്. കേരളത്തിലെ യുവാക്കളുടെ ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഭാവി തലമുറയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ സമരത്തിന് കലവറയില്ലാത്ത പിന്തുണയാണ് ഇവിടുത്തെ ജനത നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ വിഷയത്തിന് പരിഹാരം കാണണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും ടീച്ചർമാർക്കും ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഈ സമരത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കാൻ ഈ സർക്കാരിനെ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച് ഇവിടത്തെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ സമരത്തിന് എല്ലാവിധമായിട്ടുള്ള ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. ജയ് ഭാരത് മാതാ. അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് സാറിനോട് എല്ലാവരോടും നന്ദി പറയുന്നു. ടോട്ടൽ ഇംഗ്ലീഷിന് 12. ഏതൊക്കെയാണ് മെയിൻ ടെൻസസ്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. എന്താണ് ടെൻസ്? അതറിയാലോ. എന്താ ടെൻസ്? കാലം. കാലാണോ ടെൻസ്? ആണോ? കാലം എന്താ? ഇതാണ് കാലം. അത് എന്നോ തുടങ്ങി എവിടേക്കോ പോകുന്നു അല്ലേ? ഇതിലെ നിശ്ചിത സമയം സൂചിപ്പിക്കുന്ന അവസ്ഥകൾ, അതാണ് ടെൻസ് എന്ന് പറയുന്നത്. ഒരു വെർബ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്ത സമയം ഈ കാലത്തിൽ അന്തമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടുപോയി കിടക്കുന്ന കാലത്തില് ഏത് ഭാഗത്താണ് ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ടെൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് പ്രസന്റ്, പിന്നെ വരുന്നത് എന്ത് പ്രസന്റ് ഇത്ര ചെറുതാക്കിയെന്നറിയാം. ഇപ്പൊ ഈ നിമിഷം എന്താണ് അത് മാത്രമാണ് പ്രസന്റ്. ആരുടെ കഷ്ടകാലം കൊണ്ടാണ്? നമ്മളെ കഷ്ടകാലം കൊണ്ടാണോ അതോ കാണേണ്ടവരെ നമ്മളെ കാണാൻ? 93 ദിവസമായി തുടരുന്ന ഈ സമരം ഇനി എത്ര ദിവസം കൂടി നീളും? അർഹത നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ഉടൻ നിയമനം നൽകുമോ? അതോ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാകുമോ? അടുത്ത മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം നിർണായകമാകും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. നന്ദി. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.